എന്റെ പാറു, ഞാൻ നിന്നെ എവിടെയൊക്കെ തിരക്കി. നീ ഇവിടെ നിൽക്കുകയായിരുന്നോ? അപ്പൂപ്പ, ഉം, ഇതൊക്കെ എന്താ? ആ അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം. ആ. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते. പാറു, വേഗം എണീറ്റില്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ച് പറയൂട്ടാ. ദേ ചായ. ഇന്നലെ ചമയ പ്രദർശനത്തിന്റെ ഇടയിൽ നിന്നെ കാണാതായി എന്ന് അപ്പൂപ്പൻ പറഞ്ഞല്ലോ. അവിടെ ഉണ്ടായിരുന്ന നെറ്റിപ്പട്ടങ്ങളെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു. ആ, അപ്പൂപ്പനും കൊള്ളാം, കൊച്ചുമോളും കൊള്ളാം. ഉം. ശരിക്കും എന്താ അപ്പൂപ്പ ഈ നെറ്റിപ്പട്ടങ്ങൾ? ആ ഭഗവാൻ ഇന്ദ്രന്റെ ആനയുടെ പേരെന്താ? ഐരാവതം. ഈ ഐരാവതത്തിനു വേണ്ടിയാണ് ആദ്യമായി ബ്രഹ്മാവ് നെറ്റിപ്പട്ടം സൃഷ്ടിച്ചത്. ആനച്ചമയത്തിലെ പ്രധാന ആഭരണമാണ് നെറ്റിപ്പട്ടം. അത് കെട്ടിക്കൊണ്ടാണ് ആനയെ ഉത്സവത്തിന് എഴുന്നള്ളിക്കാറ്. ആ. ബബിൾസ് കണ്ടല്ലോ. ഏ നെറ്റിപ്പട്ടത്തുമ്മേ ഉം. കൊറേ ബബിൾസ് കണ്ടല്ലോ. അതൊക്കെ എന്താ? ഓ, കുമിളകളോ? നെറ്റിപ്പട്ടത്തിലെ ഓരോ കുമിളകളിലും ദേവി സാന്നിധ്യമുണ്ട്. ഏറ്റവും മുകളിലത്തെ കുമിളകളാണ് പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങളോ? അതെന്താ? ആ, പഞ്ചഭൂതങ്ങൾ അല്ലേ? ഉം. വെള്ളം, ഭൂമി, വായു, അഗ്നി, ആകാശം, ഉം. ഇങ്ങനെ 5 ഭൂതങ്ങൾ. ഉം. ഇതിൽ തൊട്ട് താഴെ 2 വലിയ കുമിളകളുണ്ട്. അതിൽ ഇടതുവശത്തുള്ള കുമിള ലക്ഷ്മി ദേവിയും വലതുവശത്തുള്ള കുമിള സരസ്വതി ദേവിയുമാണ്. ഉം. അതിന് തൊട്ട് താഴെ ചെറിയൊരു കുമിളയുണ്ട്. ഉം. അത് എൻ്റെ പാറുവിൻ്റെ പേരിലുള്ള പാർവതീ ദേവിയാണ്. നടുഭാഗത്ത് മുഖം പോലിരിക്കുന്ന ഒരു കുമിളയില്ലേ, അതാണ് ത്രിമൂർത്തികൾ. അതായത് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവന്റെയും മുഖങ്ങളാണ്. അപ്പൂപ്പ, ഇതൊക്കെ എന്താ? നിന്റെ സംശയങ്ങൾ ഇതുവരെ തീർന്നില്ലേ പാറു? ആ, നോക്കട്ടെ. ഓ, ഇതോ? ഉം. ഈ ഇടതുഭാഗത്ത് ലക്ഷ്മി ദേവിയുടെ താഴെയുള്ള കുമിള വിശ്വാമിത്രനും അതിന് താഴെ ഒരുക്കിയിരിക്കുന്ന കുമിളകൾ അഷ്ടവസ്തുക്കളുമാണ്. എന്നാൽ അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കൂ. നമ്മുടെ പ്രകൃതിയുടെ ഉം. പല ഭാവങ്ങളെ വിവരിക്കുന്ന ഉം. ഇന്ദ്രദേവന്റെ 8 പരിചാരകന്മാരാണ് ഈ അഷ്ടവസ്തുക്കൾ. അതുപോലെ വലതുഭാഗത്ത് സരസ്വതി ദേവിയുടെ താഴെയുള്ള കുമിളകൾ ഉം. വിശ്വകർമാവും ഉം. നവഗ്രഹങ്ങളുമാണ്. ഓ, പ്ലാനറ്റ്സ് ആണോ? ആ, അത് തന്നെ. ഉം.
അപ്പോ നെറ്റിപ്പട്ടത്തിൽ ചന്ദ്രനെ പോലെ കാണുന്നതൊക്കെയോ? അതിൽ കാണുന്ന ചന്ദ്രക്കലകളില്ലേ, അതാണ് ശിവസങ്കല്പം. നീ ഉം. കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു, പക്ഷെ ഒരു കാര്യം മാത്രം എന്നോട് ചോദിച്ചില്ല. അതെന്താണ് അപ്പൂപ്പ? ആ ചന്ദ്രക്കലകളുടെ താഴെ ഒരു കുമിളയുണ്ട്. അതാണ് നമ്മളെ വിഘ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന മൂലഗണപതി അഥവാ വിഘ്നേശ്വരൻ. കേട്ടിട്ടില്ലേ ആ പാട്ട്? ഓർമ്മയില്ല അപ്പൂപ്പ, ഒന്ന് പാടിത്തരോ? പാടിത്തരാം. ഇവിടെ ഇരിക്കെ. പാടിത്താ. വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. തുമ്പിയും കൊമ്പും കൊണ്ടടിയന്റെ മാർഗം തമ്പുരാനെ തടയൊല്ലേ. ഏകദന്ത കാക്കണമേ നിയതം. വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. അയ്യോ, നിർത്തല്ലേ അപ്പൂപ്പ, എന്തു രസമായിരുന്നു കേൾക്കാൻ. മുഴുവനും പാടിത്താ. ഇനി പാറു, നമുക്ക് വീട്ടിൽ ചെന്നിരുന്ന് പാടാം. ദേ സന്ധ്യയായി തുടങ്ങി. വീട്ടിൽ ചെന്നാൽ അമ്മൂമ്മ ചീത്ത പറയൂ. ആ, അപ്പൂപ്പ, അന്ന് അവസാനായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ? ഉം. ഈ നെറ്റിപ്പട്ടത്തിനിടയിലെ ചെറിയ ചെറിയ കുമിളകളില്ലേ, അതൊക്കെ എന്താ? അതാണ് നമ്മൾ രാത്രി ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളോ? അതെ, നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ദൈവങ്ങളും ഒക്കെ നിറഞ്ഞ പ്രപഞ്ചമാണ് നെറ്റിപ്പട്ടം. എന്നാലും ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഇത്രയധികം സംശയങ്ങളുണ്ടാകുമോ? അത് ഇപ്പോഴത്തെ എന്നല്ല, എല്ലാ കാലഘട്ടത്തിലെ കുട്ടികൾക്കും ഇത്തരം സംശയങ്ങൾ ഉണ്ടാകും. ആയിരിക്കാം. എന്നാലും നെറ്റിപ്പട്ടം അണിഞ്ഞു വരുന്ന ഗജവീരന്മാരെ കണ്ടാൽ ആർക്കാണ് ആവേശം തോന്നാത്തത്? ಭಸ್ಮರುದ್ರಾಕ್ಷವ ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ. ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ